പിറ്റേന്ന് രാവിലെ ലക്ഷ്മി വിളിച്ചതിനോടനുബന്ധിച്ചാണ് കാശി അവളുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നത്. ലക്ഷ്മി, താൻ വിളിച്ചിരുന്നോ? ഉവ് കാശിയേട്ടാ. അത് പിന്നെ മംഗളത്തിന്റെ ആയുർവേദിക് ഹോസ്പിറ്റൽ പേരിട്ട ഒരു ആചാര്യർ വർഷത്തിലൊരിക്കൽ വരുന്നുണ്ട്. ഇന്ന് അദ്ദേഹം വരുന്ന സ്റ്റാഫ് വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുക ഗൗരിയെ നമുക്ക് അവിടെ നിന്ന് കാണിച്ചാലോ എന്ന്. ആസ് എ ഡോക്ടർ, അലോപ്പതിയും ആയുർവേദമെല്ലാം ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മേഖലയാണ്. എവിടുന്നാണ് ഗൗരിയിൽ ഒരു മാറ്റം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലക്ഷ്മി അത് പറഞ്ഞതും കാശിയിലും പുതുപ്രതീക്ഷ നിറഞ്ഞു. അവരൊന്നും അവൾ എങ്ങനെയെങ്കിലും സംസാരിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു. അതിനെന്താണോ, നമുക്കെന്താ ഗൗരി കൊണ്ടുപോയാലോ? അതിന് കാശിയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിന്റെ കൂടെ ഗൗരിയെ പറഞ്ഞുവിടാം. സാധാരണ അവർ തന്നെയാണ് അവൾ അവിടേക്ക് കൊണ്ടുപോകാറുള്ളൂ, തിരിച്ചു കൊണ്ടുവരാറുള്ളൂ. കാശിയുടെ ഇന്നത്തെ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞ് പോയിട്ട് തിരിച്ച് വേഗം വരും. അപ്പോഴും ഗൗരിയുടെ തിരിച്ചെത്തും. അത് പിന്നെ പോയിട്ട് വന്നോളൂ കാശിയേട്ടാ. ഇതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ്. അവൾ ഇത്രയും കാലം നോക്കിയത് അവർ തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ വിഷമമൊന്നും വേണ്ട. മനസ്സില്ലാ മനസ്സോടെങ്കിലും കാശി ലക്ഷ്മി പറയുന്ന കേട്ട് മീറ്റിങ്ങിനായി പോയി. പോകുന്നതിന് മുന്നേ ഗൗരിയെ കണ്ട് യാത്ര പറയാനും കാശി മറന്നില്ല. സത്യത്തിൽ മാണിക്യമംഗലത്തുള്ള എല്ലാവരും തലേന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തന്നെ പോയിരുന്നു. കാശി ഗൗരിയെയും കൊണ്ട് തനിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം സമ്മതിക്കുകയും ചെയ്തു. എത്രയോ കാലത്തിന് ശേഷം അവർ ഒന്നിച്ചല്ലേ, അവർക്കൊരു സ്പേസ് കൊടുക്കാമെന്ന് അവരെല്ലാവരും കരുതി. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാശിയുടെ മനസ്സാ കലുഷിതമായിരുന്നു. എന്തിനാണെന്ന് അവന് പോലും അറിയില്ല. അപ്രതീക്ഷിതമായിട്ടാണ് 2 ദിവസം മുന്നേ ഗൗരി ജീവിച്ചിരിപ്പണെന്നുള്ള വാർത്ത ലീക്കായത്. ആദ്യം അത് ലീക്കാക്കിയതിന് താൻ കുറെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് തോന്നി, എത്ര കാലം എന്ന് വെച്ചാണ് ഗൗരി ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നത്. അറിയാനുള്ളവരെല്ലാം അറിയട്ടെ എന്ന് അവനും കരുതി. അത് ചിന്തിക്കുമ്പോൾ പോലും കാശിയുടെ മുഖം ഒരു വന്യതയിലേക്ക് മാറിയിരുന്നു. കാറിന്റെ ഫ്രണ്ട് മിററിൽ കൂടെ നോക്കുമ്പോഴാണ് കുറെ നേരമായി തന്നെ ഒരു ബ്ലാക്ക് സ്കോർപിയോ കാർ ഫോളോ ചെയ്യുന്നതായി കാശി കാണുന്നത്. ആ കാർ കണ്ടതും കാശിയുടെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. കാശി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കാറിന്റെ സ്പീഡ് കൂട്ടി. അതിനനുസരിച്ച് പുറകിലുള്ള കാർ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം ആൾപ്പാർപ്പില്ലാത്തൊരിടത്ത് വെച്ച് ആ സ്കോർപിയോ കാശിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി. കാശി നോക്കുമ്പോൾ അറിയാത്ത കുറച്ച് ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്നവർ ഇറങ്ങി വരുന്ന കാണാം. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. കാശിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി അവർ. കാശി അവരെ കണ്ടതും അധികം ബലം പിടിക്കാൻ നിന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടകൾ അവന്റെ കൈകൾ പുറകിലോട്ട് കെട്ടി കാറിലേക്ക് തള്ളി. ആ സ്കോർപിയോ കാർ അവനെയും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ചീറിപ്പാഞ്ഞു. തന്റെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ എവിടെയാണ് എത്തിച്ചേർന്നതെന്ന് കാശിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു. ഗുണ്ടകളിൽ ഒരുവൻ കാശിയുടെ കണ്ണുകളിലേക്ക് കെട്ടഴിച്ചും കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു പഴയ ഗോഡൌൺ ആണ്. പെട്ടെന്നാണ് തന്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ദീപകിനെ അവൻ കാണുന്നത്. ദീപകിനെ കണ്ടതും കാശിയുടെ മുഖം വന്യമായും തിളങ്ങി. ഇരയെ കിട്ടിയ വേടന്റെ തിളക്കമായിരുന്നു അവന്റെ മുഖത്ത്. ഹായ് കാശി, ഇറ്റ്സ് ബീൻ ലോങ് ടൈം. സിഗരറ്റ് പുകച്ചിരുൾ മുകളിലേക്ക് പറത്തിവിട്ടുകൊണ്ട് ദീപക് കാശിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 8 മാസത്തോളായല്ലേ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട്. അതേടാ മോനെ, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ. ദേഷ്യം കൊണ്ട് കാശിയുടെ കവിളുകൾ വിറക്കുന്നുണ്ടായിരുന്നു. മുഖമെല്ലാം ചുവന്ന് കണ്ണിലെ ഞരമ്പെല്ലാം രക്തവർണ്ണമായിരുന്നു. കൂളിയാർ കൂൾ. നീ എന്താ കരുതുന്നു ഞാനൊരു പൊട്ടനാണെന്നോ? എനിക്കറിയാം നീയും എനിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, വിധി നിന്നെ എൻ്റെ അടുത്തെത്തിച്ച്. കാശിയുടെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയിട്ട് ദീപക് അവനെ സംശയത്തോടെ നോക്കി. നീ നോക്കേണ്ട ദീപക്, നിനക്കുള്ള വലയാണ് ഞാൻ വിരിച്ചിരിക്കുന്നത്. നീ എന്ത് കരുതി ഇവന്മാരെന്നെ പിടിച്ചുകൊണ്ടുവന്നാണെന്നോ? ഞാൻ മനഃപൂർവ്വം ഇവർക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുത്താ നിന്നെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി. അത് പറയുമ്പോൾ അവന്റെ പല്ലുകൾ ദേഷ്യം കൊണ്ട് ഞെരിയുന്നുണ്ടായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാശിനാഥന്റെ സ്റ്റൈൽ അത് വേറെ തന്നെയല്ലേ? എന്നാ എൻ്റെ സ്റ്റൈൽ എന്താന്ന് കാണോ നിനക്ക്? ദീപക് ഒരു പ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാശിയോടായി പറഞ്ഞു. കാശിയുടെ മുഖം സംശയത്തിലൊന്ന് ചുരുങ്ങി. ലുക്ക് ദേർ കാശി. ദീപക് പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയ കാശി ഞെട്ടിത്തെരിച്ചു പോയി. അവന്റെ നാവിൽ നിന്നും ആ നാമം പുറത്തേക്ക് വന്നു. ഗൗരി. ഏതാനും ഗുണ്ടകളുടെ ഇടയിൽ തന്നെ നോക്കി കണ്ണു നിറച്ചിരിക്കുന്ന ഗൗരിയെ കണ്ടതും കാശി കിടുങ്ങിപ്പോയി. കാരണം അവളെ ഒരിക്കലും അവൻ അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു കൂട്ടുന്ന സമയത്താണ് പെട്ടെന്ന് കാശിയുടെ മുഖം നോക്കി ദീപക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചത്. നിനക്കാത്ത അടിയായതിനാൽ വേദന കൊണ്ട് കാശിയുടെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി. അവന്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകി. ഈ കാഴ്ച കണ്ട ഗൗരി ഞെട്ടിത്തെരിച്ചു പോയി. അവൾക്ക് തന്റെ ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. അവൾക്ക് അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്നുണ്ടായിരുന്നു. ഗുണ്ടകളുടെ കൈകളിൽ നിന്ന് അവളുടെ കൈകളെ വിടുവിച്ച് ഗൗരി അവന്റെ അടുക്കിലേക്ക് പാഞ്ഞു.
പക്ഷെ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദീപക് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ എടുത്തുയർത്തി സൈഡിലേക്ക് മാറ്റി നിർത്തി. ഗൗരി ദീപകിന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അടങ്ങി നിൽക്കേണ്ട ഗൗരി, നീ എന്താ ഈ കാണിക്കുന്നത്? നിന്റെ കാശിയെ ഞാനങ്ങനെ കൊല്ലുകയൊന്നുമില്ല. അത് കേട്ടപ്പോൾ ഗൗരി പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ദീപക് കുറച്ചുകൂടി ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ മുഖമെടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൊല്ലാതെ കൊല്ലും ഞാൻ. അവരെ നരകിപ്പിച്ചിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞാക്കിയുള്ളൂ. കാരണം ഞാൻ ഏറെ മോഹിച്ച നിന്നെ എന്നിൽ നിന്ന് അകറ്റിയവനാണവൻ. അവനെ പെട്ടെന്നൊരു മരണം ഞാൻ അനുവദിച്ചു കൊടുക്കുന്നതല്ല ഗൗരി, അനുവദിച്ചു കൊടുക്കുന്നതല്ല. ഗൗരിയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞു തൂവി. അവൾക്ക് ദീപക് തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും ഇടതടവില്ലാതെ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഗൗരിയുടെ മുഖഭാവം പെട്ടെന്നാണ് മാറിയത്. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ദീപകിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എല്ലാം കൊണ്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ദീപകിന്റെ കോളറിൽ നിന്ന് കൈയെടുത്ത് ഗൗരി തന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് കരയാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഈ സമയം ഗുണ്ടകൾ കാശിയെ നല്ലോണം പെരുമാറുന്നുണ്ടായിരുന്നു. കാശിക്കാൾ തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ദീപക് തന്റെ ഗൗരി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കാശിയെ പിടിമുറുക്കിയിരുന്ന ആ സമയം. ദീപകിന്റെ കണ്ണും തെറ്റിയപ്പോൾ ഗൗരി പാഞ്ഞ് കാശിയുടെ അടുക്കിലേക്ക് ചെന്നു. ഈ സമയം ഗുണ്ടകൾ കാശിയെ ഇട്ട് ചവിട്ടി മെരിക്കുന്നുണ്ടായിരുന്നു. അവൾ മറ്റും നോക്കാതെ കാശിയുടെ മേലെ കമിഴ്ന്ന് കിടന്നു. തന്റെ മേൽ ഗൗരി വന്ന് കിടക്കുന്ന കണ്ട കാശി മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ കൈകൾ കൊണ്ട് അവളുടെ ശരീരം പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു. നിർത്തണോ? എന്താണോ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ ഗൗരി താഴവന്റെ കൂടെ കിടക്കുന്ന കാണുന്നില്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? അടുത്ത് നിൽക്കുന്ന ഗുണ്ടയുടെ ചെകിട് നോക്കിയെന്ന് പൊട്ടിച്ച് ദീപക് പാഞ്ഞു വന്ന് ഗൗരിയെ കാശിയിൽ നിന്ന് അകറ്റി മാറ്റി. ഈ സമയമാണ് ഏതൊരു ഗുണ്ട കാശിയുടെ തലയുടെ പിറകിലായി വടികൊണ്ട് അടിച്ചത്. കാശിയുടെ ബോധം പതിയെ മറയുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഗൗരി ഒരു ജീവച്ഛമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവൾ ഓടിച്ചെന്ന് കാശി ഇറുകെ പുണർന്നു. ബോധം മറയുമ്പോൾ അവൻ കണ്ടിരുന്നു അവളെ പിടിച്ചു വലിച്ച് ദീപക് തന്നെ മറു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഗൗരി അപ്പോഴും ദീപകിന്റെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ദീപകിന്റെ അച്ഛൻ അകത്തേക്ക് കയറി വന്ന്. അയ്യോ, എന്താ ഇവിടെ നടക്കുന്നത്? അല്ല മോനെ, നീ അവനെ കൊന്നോ? അയാൾ ഒരു പരിഹാസ്യയുടെ കാശിയെ പുച്ഛിച്ച് നോക്കൊണ്ട് ദീപകിനോടായി ചോദിച്ചു. നോ ഡാഡ്, അത്ര പെട്ടെന്നൊന്നും ഞാനിവനെ കൊല്ലില്ല. ഇവനുള്ളത് പതിയെ പതിയെ കൊടുത്തിട്ട് ഞാനിവനെ നരകത്തിലേക്ക് പറഞ്ഞേക്കുകയുള്ളൂ. തന്റെ കാലുകൊണ്ട് കാശി ഒന്ന് ചവിട്ടി ദീപക് തന്റെ അച്ഛനോട് പറഞ്ഞു. അതേതായാലും നന്നായി മോനെ, അല്ലെങ്കിൽ ഇവൻ അങ്ങനെയൊന്നും പെട്ടെന്ന് വന്നാൽ ശരിയാവില്ല. എൻ്റെ മോനെ പട്ടിയെ തല്ലും പോലെ തല്ലിയ കോണിപ്പടിയിൽ നിന്ന് എറിഞ്ഞ കാഴ്ച ഞാനിപ്പോഴും മറന്നിട്ടില്ല. അയാൾ ദേഷ്യം കൊണ്ട് തന്റെ പല്ലുകൾ ഇറുമ്മി ദീപകിനോടായി പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ ഗൗരിയെ കാണുന്നത്. അയ്യോ, ഇത് ഗൗരി മോളല്ലേ? മോൾക്ക് എന്താ പറ്റിയത്? എടാ മോനെ, നീ എൻ്റെ ഗൗരി മോളെ ശരിക്കും പരിഗണിച്ചിട്ടില്ലടാ. അയാൾ തന്റെ ഒറ്റക്കണിർക്ക് ദീപകിനോടായി ചോദിച്ചു. ദീപകിന്റെ മുഖത്ത് അപ്പോൾ വന്യമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഡാഡ് ഉള്ളതുകൊണ്ടാ ഞാൻ എൻ്റെ ഗൗരിയെ പരിഗണിക്കാത്തത്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഡാഡ് പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം കാശിക്കുള്ള അവസാനത്തെ പെട്ടിയുടെ ആണിയും അടിക്കാൻ. അത് പറയുമ്പോൾ ദീപകിന്റെ കാമക്കണ്ണുകൾ ഗൗരിയുടെ ശരീരത്തിലൂടെ എഴിഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഗൗരി അറപ്പോടെ മുഖം തിരിച്ച് കളഞ്ഞു. അതെന്താ ഗൗരി, ഞാൻ നിന്നെ നോക്കുമ്പോഴത്തേക്ക് നീ നിന്റെ മുഖം തിരിക്കുന്നത്? അവൻ ഗൗരിയുടെ കവിളിൽ തന്റെ കൈകൊണ്ട് ശക്തിയെ അമർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. ദീപകിന്റെ ഇരുമ്പ് പോലുള്ള കൈവിരലുകൾ അവളുടെ പൂ പോലെയുള്ള കവിളിൽ ശക്തമായി അമർന്നപ്പോൾ അവൾക്ക് വല്ലാതെ വേദനിച്ചു. ഗൗരിയുടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വേദന കൊണ്ട്. പറയടി, അവൻ നിന്റെ ശരീരത്തിൽ തൊട്ടപ്പം നിനക്കൊന്നും ഇല്ലല്ലോ. എന്താടി ഞാൻ നിന്നെ നോക്കിയപ്പോഴത്തേക്ക് നിനക്കുണ്ടായത്? പറയടി, പറയാൻ. അതൊരു അലർച്ച തന്നെയായിരുന്നു ദീപകിന്റെ. ഇല്ലടി, നിന്നെ ഞാൻ അങ്ങനെയൊന്നും സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ലടി. അന്ന് താഴ്വാരത്തിലേക്ക് നിന്നെ ഞാൻ തള്ളിയിട്ടത് ഇവൻ ഒരിക്കലും നിന്നെ കിട്ടരുതെന്ന് കരുതിയിട്ടാ. പക്ഷേ ദൈവം എന്നെ അവിടെ ചതിച്ചു. 8 മാസങ്ങൾക്കിപ്പുറം നീതാ ജീവനോടെ വന്നിൽക്കുന്നു, അതും എൻ്റെ മുമ്പിൽ. നിനക്കറിയോ, അന്ന് നിന്നെ ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതൊരു വിഷമായിട്ട് എൻ്റെ മനസ്സിൽ അന്ന് ഇന്നും കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ദൈവം എന്നുള്ള ഒരാളുണ്ട്, അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ വീണ്ടും എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയത്. കാശിനാഥ, കാത് തുറന്ന് കേട്ടോ നീ. ഇവളെ ഇപ്പൊ നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ പിച്ചി ചീന്തും.
അത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണണം. അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. നീ എത്രയോ ഗുണ്ടകൾ നേരിട്ടിട്ടുണ്ടാവാം, പക്ഷേ അതിൽ വ്യത്യസ്തനായി ദീപക്. ബോധം പറഞ്ഞു കിടക്കുന്ന കാശിയോടായി ദീപക് അലറിക്കൊണ്ട് പറഞ്ഞു. ഡാഡിന് പോവാനായില്ലേ? അത്രയും നേരം ഗൗരി നോക്കി വെള്ളം നിറയ്ക്കുന്ന ദീപകിന്റെ അച്ഛൻ പെട്ടെന്ന് ദീപക് അങ്ങനെ ചോദിച്ചൊന്ന് ഞെട്ടി. ആ മോനെ, ഞാൻ പോവാ. അല്ലെങ്കിൽ വേണ്ട, ഡാഡി പുറത്തുണ്ടാവും. നിന്റേത് കഴിഞ്ഞാൽ എന്നെ വിളിക്കുക. ഞാനൊന്ന് അറിയട്ടടാ അവളുടെ രുചി. നമ്മളെ അച്ഛനും മകനും മാത്രമല്ലല്ലോ, നല്ല ഫ്രണ്ട്സ് കൂടിയല്ലേടാ. അതെനിക്കറിയാം ഡാഡി. എന്നാൽ ഡാഡി പുറത്തിരിക്കാം, ഞാൻ വിളിക്കാം. അത് മതി മോനെ. അയാൾ ഒന്നുകൂടി ഗൗരി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകൾ നാവിനാൽ നനച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എടാ പീറ്ററേ, തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടൺ അഴിച്ചുകൊണ്ട് ദീപക് പീറ്ററിനോടായി പറഞ്ഞു. കാശിയുടെ വലത് കൈ അതങ്ങ് എടുത്തേക്ക്. ആ കൈ കൊണ്ട് അവൻ എന്നെ അടിച്ചതാ. ഇനി ആ കൈകൾ അവന് വേണ്ട. ഇവിടെ ഞാനിവിടെ മേലെ അമരുമ്പോൾ അവൻ്റെ കൈ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കണം. നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അത് പറഞ്ഞ് തൻ്റെ കൈകളിലുണ്ടായിരുന്ന ഷർട്ട് അവൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. മനസ്സിലായി സാർ. അത് പറഞ്ഞ് പീറ്റർ തൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ച വടിവാളെടുത്ത് കാശിയുടെ നേർക്ക് നടന്നെടുത്തു. ഇതെല്ലാം കണ്ട് ഗൗരിയാകെ മരവിച്ച് പോയിരുന്നു. അവൾക്ക് തൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലായി. ദീപക് ഒരു വശ്യമായ നോട്ടത്തോടെ തൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്നവൾ കണ്ടു. ഒന്നും ചെയ്യല്ലേ എന്ന് കൈകൂപ്പി തല വിലങ്ങിനെ ആട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു ഗൗരി. പക്ഷേ സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ട പേടമാൻ്റെ അവസ്ഥയായിരുന്നു ഗൗരിക്ക്. പിറകിലേക്ക് പേടിയാൽ അടിവെച്ച് നടക്കുമ്പോൾ എവിടെയോ തട്ടി ഗൗരി അറിയാതെ നിലത്തേക്ക് ഇരുന്നു പോയി. കരഞ്ഞുകൊണ്ട് തൻ്റെ കൈകൾ കൂപ്പി അവൾ പുറകോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ദീപക് തൻ്റെ പാൻറ്റിൻ്റെ ബെൽറ്റ് അഴിച്ച് മാറ്റിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. നിരങ്ങി പുറകോട്ട് നീങ്ങുമ്പോഴാണ് ഗൗരിയുടെ കയ്യിലൊരു കുപ്പിച്ചിലിൻ്റെ കഷ്ണം കിട്ടിയത്. മറ്റൊന്നും ചിന്തിക്കാതെ അതെടുത്ത് എഴുന്നേറ്റിരുന്നവൾ. അപ്പോഴും ദീപക് പരിഹാസരൂപേണ അവളെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഗൗരി ഇത്? പൂ പോലത്തെ കയ്യിൽ വേണ്ടത് കുപ്പിച്ചില്ലാണ്, മാറ്റിയത്? അതും ഗൗരി വിലങ്ങനെ തലയാട്ടി. അവൾ എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവളുടെ ശരീരമല്ലാതെ വിയർക്കുകയും വിറപൂടുകയും ചെയ്തു. ഗൗരി പതിയെ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. എന്നെ എനിക്ക് തൊടാൻ പറ്റില്ല ദീപക്. ഞാൻ കാശിനാഥൻ്റെ പെണ്ണ. കാശിനാഥനല്ലാതെ മറ്റൊരുത്തിന് എൻ്റെ ശരീരത്തിൽ തൊടില്ല. നിനക്കെന്നെ കിട്ടുമായിരിക്കും ദീപക്, പക്ഷെ അതെൻ്റെ ശവമായിരിക്കും. അല്ലാതെ ജീവനോടെയുള്ള ഗൗരി നീ സ്വപ്നത്തിൽ പോലും കാണരുത്. ഗൗരി അവളെന്ന് കാശിനാഥന് മാത്രം സ്വന്തമായിരിക്കും. അതും പറഞ്ഞ് ദീപകിനെ നോക്കി വിജയശ്രീ ചിരിച്ചുകൊണ്ട് ഗൗരി തൻ്റെ വയറ്റിലേക്ക് പൊട്ടിയ ജില്ല ഗ്ലാസ് കുത്തിക്കയറ്റി.